Hi students, welcome to this video module. Today's topic is spectroscopy and instrumentation. This topic is from the BSc Physics Semester 6 Relativity and Spectroscopy. What is actually spectroscopy? And what are the uses of spectroscopy? And what are the various spectroscopic techniques? That all we will learn in this video module. അപ്പോൾ എന്താണ് സ്പെക്ട്രോസ്കോപ്പി, അതിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പിയുടെ ഇൻസ്ട്രുമെന്റേഷൻ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും മാറ്റർ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ സ്റ്റഡി ചെയ്യുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഏത് തരം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച് പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളുണ്ട്. Okay, I hope it is clear. So what is actually spectroscopy? It is a study of absorption and emission of light and other radiations by matter. The primary purpose of spectroscopic studies is to understand the nature and strength of various bonds, structure and composition of molecules. Okay, so we discussed about spectroscopy, but what is actually electromagnetic spectrum? എന്താണ് electromagnetic spectrum എന്ന് പറഞ്ഞാൽ? So here you can see various parts of electromagnetic spectrum. Electromagnetic spectrum എന്ന് പറഞ്ഞാൽ it is actually an arrangement of all the components of electromagnetic waves, either in the increasing order of frequency or in terms of wavelength. വേവ്ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നറിയപ്പെടുന്നത്. എന്തെല്ലാമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്നറിയപ്പെടുന്നത്? റേഡിയോ വേവ്സ് ഉണ്ട്. ഏറ്റവും കൂടിയ വേവ് ലെങ്ത് ഉള്ള പാർട്ടാണ് റേഡിയോ വേവ്സ്. അതിലും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആളുകളാണ് മൈക്രോവേവ്. അതിലും കുറഞ്ഞ വേവ് ലെങ്ത് ആണ് ഇൻഫ്രാറെഡ്. again കുറഞ്ഞ വേവ് ലെങ്ത് ആണ് വിസിബിൾ സ്പെക്ട്രം. അതിലും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത് അൾട്രാ വയലറ്റ്. ഇനിയും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത് എക്സ്റേസ്. ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേസ്. ഈ രീതിയിലുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഇത് വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. തിരിച്ചു പറയുകയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ള ആളുകളാണ്, ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ള പാർട്ടാണ് ഗാമ റേസ് എന്നത്. അവിടെ നിന്ന് റേഡിയോ വേവ്സിലേക്ക് പോകുന്തോറും ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഇതിനിടയിൽ വരുന്ന കമ്പോണന്റ് ആയിരുന്നു വിസിബിൾ സ്പെക്ട്രം എന്നറിയപ്പെടുന്ന വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഈ വിസിബിൾ സ്പെക്ട്രത്തിലും ഇതുപോലെ തന്നെ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടിയ ഫ്രീക്വൻസി ഉള്ളതാണ് വയലറ്റ്, ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളതാണ് റെഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഓൾ കമ്പോണന്റ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഫ്രീക്വൻസി. ഇനി എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നോക്കാം. അപ്പൊ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് നമ്മൾ പോകുന്നതിനും സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് എത്ര തരത്തിലുള്ള സ്പെക്ട്രം ഉണ്ട് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 തരത്തിലുള്ള സ്പെക്ട്രം കാണാൻ പറ്റും. ഒന്ന് കണ്ടിന്യൂസ് സ്പെക്ട്രം, രണ്ടാമത്തേത് എമിഷൻ സ്പെക്ട്രം, മൂന്നാമത്തേത് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനെ വേണമെങ്കിൽ ലൈൻ സ്പെക്ട്രം എന്ന് നമുക്ക് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് വിളിക്കുന്ന നോക്കാം. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട്, അതായത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ വേവ് ലെങ്ത്തുകളും ഉൾപ്പെട്ടിരിക്കും. ഇപ്പോ നമ്മൾ സൺലൈറ്റ് എടുക്കുകയാണ്. സൺലൈറ്റ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ വേവ് ലെങ്ത്. അപ്പൊ സൺലൈറ്റിലെ ആ വിസിബിൾ പാർട്ട് മാത്രം ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ബൾബ് എടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ വിസിബിൾ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഏതെല്ലാം ഉണ്ടാവുക? റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ഇൻഡിഗോ, വയലറ്റ്. ഈ പറഞ്ഞ എല്ലാ വേവ് ലെങ്ത്തുകളും, ഓരോ വേവ് ലെങ്ത് ആണ് ഓരോ കളർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ വേവ് ലെങ്ത്തുകളും ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ ഒരു സ്പെക്ട്രം, ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ് അത് വിളിക്കുന്നത്. ഓക്കെ,
ഇനി ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് സ്പെക്ട്രം ഇതിപ്പോ ഹൈ ഡെൻസിറ്റി ഹോട്ട് മാറ്റർ ലൈക്ക് സൺ പോലുള്ള ഒബ്ജക്റ്റുകളാണ് ഇത്തരം കണ്ടിന്യൂസ് സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്നത്. കാരണം അത് ഹൈ ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽസ് കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ആണത്. ഇനി അതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്യാസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽ ചൂടാക്കുകയാണെന്ന് വിചാരിക്കുക. അത് എമിറ്റ് ചെയ്യുന്നത് ഇപ്പൊ സണ്ണിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഹോട്ട് മാറ്റർ ഒക്കെ ചൂടാക്കുമ്പോൾ എല്ലാ വേവ് ലെങ്ത്തിൽ എമിറ്റ് ചെയ്യുന്നു പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവമുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ചൂടാക്കുന്നത് എങ്കിൽ അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വേവ് ലെങ്ത് മാത്രമേ എമിറ്റ് ചെയ്യുള്ളൂ. സോഡിയം പോലെയുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ എടുക്കാം എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിനെല്ലാം നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് വേവ് ലെങ്തുകൾ മാത്രമേ എമിറ്റ് ചെയ്യൂ, അല്ലാതെ എല്ലാ വേവ് ലെങ്തും എമിറ്റ് ചെയ്യില്ല. അതാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ സ്പെക്ട്രം കാണാൻ പറ്റുന്നത്, എമിഷൻ spectrum. So when an object, when a material is excited by providing energy into that, it emits its characteristic wavelength when it comes down to the lower state. This type of a spectrum is called emission spectrum. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു emission spectrum കാണാൻ പറ്റും. ഇനി മറ്റൊന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് സ്പെക്ട്രം എമിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് സൺലൈറ്റ് ആയിക്കോട്ടെ, കണ്ടിന്യൂസ് സ്പെക്ട്രം ആണ്, അതായത് എല്ലാ വേവ് ലെങ്ത്തുകളും ഉള്ള ഒരു സ്പെക്ട്രം. നമ്മൾ ഒരു പ്രത്യേക തരം മെറ്റീരിയലിലൂടെ, ഫോർ എക്സാമ്പിൾ കോൾഡ് ഗ്യാസ് എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സൈറ്റ് ചെയ്യപ്പെടാത്ത ഒരു സാധാരണ അവസ്ഥയിലുള്ള ഒരു ഗ്യാസോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും മെറ്റീരിയലിലൂടെയോ ഈ പറയുന്ന കണ്ടിന്യൂസ് സ്പെക്ട്രം കടത്തി വിട്ടു കഴിഞ്ഞാൽ this material will absorb its own characteristic wavelength. അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് ആവശ്യമുള്ള വേവ് ലെങ്ത് എന്താണോ അതിനെ മാത്രം അയാൾ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നേരത്തെ എമിറ്റ് ചെയ്ത വേവ് ലെങ്ത് എന്താണോ അത് തന്നെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിട്ട് വരുന്നത്. എമിഷനിൽ നമ്മൾ അതിനെ എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ when it comes down to the lower state, എനർജി കൊടുക്കുമ്പോൾ it will go to the excited state, and when it comes down to the lower state, it will emit the energy, the difference in energy as radiations. അതാണ് എമിഷൻ സ്പെക്ട്രത്തിൽ കണ്ടത്. അപ്പൊ അതുപോലെ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം നമ്മൾ ഒരു മെറ്റീരിയൽ നോർമൽ സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റീരിയലിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ ആ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്നും ഈ മെറ്റീരിയലിന് ആവശ്യമായ വേവ് ലെങ്ത് അല്ലെങ്കിൽ എനർജി എത്രയാണോ അത് മാത്രമേ അത് എടുക്കുള്ളൂ, എല്ലാം എടുക്കില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്ന് ഈ എനർജിയെ ഇയാൾക്ക് ആവശ്യമുണ്ടായിരുന്നു, അത് അബ്സോർബ് ചെയ്തു. ഇതിനെ ആവശ്യമുണ്ടായിരുന്നു, അതിനെ അബ്സോർബ് ചെയ്തു. ഇത് രണ്ടെണ്ണം ഇവിടെ ആവശ്യമുണ്ടായിരുന്നു, അതിനെ അബ്സോർബ് ചെയ്തു. സോ ഇങ്ങനെ കിട്ടുന്ന സ്പെക്ട്രം, ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇവിടെ സോഡിയം എന്ന് പറയുന്ന മെറ്റലിന്റെ, സോഡിയത്തിനെ വേപ്പറൈസ് ചെയ്തിട്ട് അതിനെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന രണ്ട് ലൈൻ സ്പെക്ട്രം നിങ്ങൾക്ക് കാണാം. സോഡിയത്തിന് രണ്ട് ലൈൻ, സോഡിയം ഡി ലൈൻസ് ഏകദേശം 588 ആൻഡ് 589 ഇടയിൽ വരുന്ന രണ്ട് സ്പെക്ട്രൽ ലൈൻസ് ആണ് സോഡിയത്തിനുള്ളത്. സോഡിയം മെറ്റീരിയൽ സോഡിയം ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെയുള്ള ഒരു നല്ല ടെക്നിക്കാണിത്. അപ്പോൾ ഒരു മെറ്റീരിയൽ എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ അത് എമിഷൻ സ്പെക്ട്രം ഉണ്ടാകും. ആ എമിഷൻ സ്പെക്ട്രം സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ വേവ് ലെങ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാവും. അപ്പൊ സോഡിയം എമിറ്റ് ചെയ്യുക ഈ രണ്ട് വേവ് ലെങ്ത്തുകളാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റേറ്റിലുള്ള സോഡിയം വേപ്പറിലേക്ക് നമ്മൾ ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം കടത്തിവിട്ട് അതിന്റെ മറ്റേ സൈഡിൽ സെൻസർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് അതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ അതിന്റെ ഇപ്പോ ഇത് ഫോർ എക്സാമ്പിൾ ഇത് സോഡിയം ആണെന്ന് വിചാരിക്കുക, സോഡിയം Na. ഇതിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം കടത്തിവിടുകയാണ്. ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ടാവുക ഏതാണെന്നറിയോ, ഈ രണ്ടാമത് കാണിച്ചിട്ടുള്ള സ്പെക്ട്രം ആയിരിക്കും. ആ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ നിന്നും ആ രണ്ട് ലൈൻസ് അബ്സോർബ്ഡ് ആയിരിക്കും. അതിനെ ആ സോഡിയം അബ്സോർബ് ചെയ്തിട്ട് അത് ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് ഉപയോഗിച്ചു. അതും ആ ഒരു രണ്ട് വേവ് ലെങ്ത്തുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിന് ആവശ്യമുള്ള വേവ് ലെങ്ത്തുകൾ, അതിന്റെ രണ്ട് എനർജി സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് മാത്രമാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോ തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിയാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് വിസിബിൾ പാർട്ടിലുള്ള അബ്സോർപ്ഷൻ, വിസിബിൾ പാർട്ടിലുള്ള എമിഷൻ, അതാണ്. ഇനി ഇത് മാത്രമല്ല, ചില മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലായിരിക്കും. ചില മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് UV റീജിയനിലായിരിക്കും. ചില ആളുകൾ അത് മൈക്രോവേവ് റീജിയനിലായിരിക്കും ചെയ്യേണ്ടത്. അതെല്ലാം ഓരോ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ച് പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പികളും ഉണ്ട്.
ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വിസിബിൾ ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡിയാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡ്സിൽ കാണിച്ചത്. ഓക്കെ, സോ ഏത് തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണോ ആ പെർട്ടിക്കുലർ മെറ്റീരിയലുമായി ഇന്ററാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇൻഫ്രാറെഡ് റീജിയനിലെ വൈബ്രേഷൻ സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്. അത് ഇൻഫ്രാറെഡിലും വിസിബിളിലും കയറി വരുന്നതാണ്. അതുപോലെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി UV-യിൽ വരുന്ന ഒരു സെക്ഷൻ ആണിത്. അതുപോലെ എക്സ്റേ യൂസസ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ ഗാമ റേസ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പി, റേഡിയോ വേവുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. EPR സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോൺ EPR എന്ന് പറഞ്ഞ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. അങ്ങനെ പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പീസ് ഉണ്ട്. ബേസിക്കലി ഇതെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഏത് പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിക്ക് വേണ്ടി ഏതാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ടാണ്. അപ്പൊ അത്തരത്തിൽ പലതരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. In this video module, we are going to learn about electron spin resonance spectrometer. In the previous all modules, we learned about IR spectrometer, nuclear magnetic resonance spectrometer, etc. Here it is about electron spin resonance spectrometer. Electron spin resonance, ESR. It is also called electron paramagnetic resonance. ESR is also known as EPR അഥവാ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് എന്നും ഇത് അറിയപ്പെടുന്നു. മറ്റൊരു പേര് ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് എന്നും ചില സ്ഥലത്ത് ഇത് അറിയപ്പെടാറുണ്ട്, EMR. Don't confuse with NMR. This is electron paramagnetic resonance. മറ്റേ NMR നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് പഠിച്ചത്. ഇത് മെയിൻലി കൺസേൺഡ് വിത്ത് ന്യൂക്ലിയസ് വിത്ത് unpaired electrons. The system having free electrons or unpaired electrons is required for this ESR spectroscopy. അപ്പോൾ ESR spectroscopy എന്ന് പറയുന്നത് unpaired electrons ഉള്ള ന്യൂക്ലിയസുകൾ ഉൾപ്പെടുന്ന മെറ്റീരിയൽസിന്റെ കാര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ESR. ESR സ്പെക്ട്രോസ്കോപ്പി 1944 ആണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. മൈക്രോവേവ് റേഡിയേഷൻ ഫ്രീക്വൻസീസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. So as I mentioned in the previous slides, based on the type of electromagnetic radiation used, we can classify the spectroscopy. So here we are using microwave frequency. Microwave frequency ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ESR phenomenon is associated or confined to the system having odd number of electrons. Unpaired electrons ഉള്ള സിസ്റ്റത്തിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. The resonance occur between the spin of unpaired electrons and the incident microwave radiation. Unpaired electronsന്റെ സ്പിൻ എനർജി ഡിഫറൻസും മൈക്രോവേവിന്റെ എനർജിയും, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന മൈക്രോവേവ് റേഡിയേഷന്റെ ഫ്രീക്വൻസി എനർജിയും സെയിം ആയിട്ട് വരുമ്പോൾ അതിലൊരു റെസൊണൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. NMR-ൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ന്യൂക്ലിയസ് മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു ദ അപ്ലൈഡ് എക്സ്റ്റേണൽ ഫീൽഡ് കാരണം ഒരു എനർജി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുകയും ആ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ അങ്ങനെയല്ല. ഇതില് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ്, ഇലക്ട്രോൺ സ്പിന്നിന്റെ എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ആ എനർജി മൈക്രോവേവ് എനർജിയായിട്ട് മാച്ച് ആവുന്നതാണ്. അപ്പൊ അതില് രണ്ട് എനർജിയും സെയിം ആയിട്ട് വരുമ്പോൾ അവർ റെസൊണൻസിലാകുന്നു. ESR is mainly concerned with the magnetic behavior of spinning electrons. ഒരു ന്യൂക്ലിയസിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ NMR-ൽ പഠിച്ചത്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോണുകളുടെ സ്പിൻ കാരണം അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവുന്നു. നേരത്തെ കഴിഞ്ഞ NMR-ൽ ന്യൂക്ലിയസിന്റെ സ്പിന്നിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ദിസ് ഈസ് അബൌട്ട് ദ സ്പിൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ സ്പിൻ കാരണം ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകും. നമ്മൾ പഠിച്ചു
charge electrons charge particles ആണ്. Charge particles spin ചെയ്യുന്ന it's equivalent to a small current and that can produce a magnetic field or magnetic dipole north and south. അപ്പൊ അതുകൊണ്ട് ഓരോ ഇലക്ട്രോണുകളും ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. പക്ഷെ പെയർഡ് ഇലക്ട്രോൺസിന്റെ കാര്യത്തിൽ അത് ക്യാൻസൽ ആയി പോവുകയാണ്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ അതിനകത്ത് വരിക, റിസൾട്ടന്റ് ആയിട്ട് വരിക. So when suitable ESR is concerned with the magnetic behavior of spinning electrons, not with its spinning nucleus as we discussed the case of NMR. A magnetic field result in the splitting of energy level of electrons. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ എനർജി ലെവലുകളെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. When suitable microwave radiation is absorbed, there occur a transition from one spin state to another spin state. This result in ESR spectrum. നമുക്ക് ഇതിന്റെ കൂടുതൽ തിയറിയിലേക്ക് പോകാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് കാരണം അതിനൊരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകും. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു മാഗ്നറ്റ് എന്ന് പറഞ്ഞു. അതിന്റെ മാഗ്നറ്റിക്, സോ ദ മാഗ്നറ്റിക് മൊമെന്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സ്പിൻ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ മൈനസ് ജി എസ് ടൈംസ് മ്യൂ ബി എസ് ബൈ എച്ച് കട്ട്. We are following the same pattern that we used for the nuclear case. ജി എസ് എന്ന് വിളിക്കുന്നത് സ്പിൻ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ആണ്. മ്യൂ ബി എന്ന് വിളിക്കുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെയാണ് മ്യൂ ബി അഥവാ ബോർ മാഗ്നറ്റോൺ എന്ന് വിളിക്കുന്നത്. It's a fixed number ആണത്. Minus gs times mu b. Mu b is the Bohr magneton, which is the magnetic moment associated with electron in the first orbit. And s is the spin angular momentum. So this expression for magnetic moment associated with associated with the spin. Mu is equal to minus gs times mu b times s by h cut. So when we keep this electron having a magnetic moment mu s in an external magnetic field B, the interaction energy is given by E equal to negative mu s dot B. What is that? Negative mu s B cos theta. But cos theta is equal to h cut ms divided by s. This also we discussed in the previous modules. So that is minus mu s times B times h cut ms divided by s. Mu s in a substitute here, minus of minus gs mu b s divided by h cut, then in the b h cut ms divided by s. S cancel, h cut cancel. This will become gs mu b ms b. This is the interaction energy E. Ms is the spin quantum number. Okay, so we get the answer. Interaction energy is gs times mu b Bohr magneton times ms, the magnetic spin quantum number, and the applied field. ഇനി ഒരു ഇലക്ട്രോണിന് പറ്റാവുന്ന എസ് വാല്യൂസ്, സ്പിൻ ക്വാണ്ടം നമ്പർ വാല്യൂസ് ഏതൊക്കെയാ? പ്ലസ് ഹാഫും മൈനസ് ഹാഫും രണ്ട് വാല്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദ ഗിവൺ ലെവൽ വിൽ സ്പ്ലിറ്റ് ഇൻ ടു ലെവൽസ്. ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതായത് ബി ഈക്വൽ ടു 0 ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. എന്നാൽ വെൻ യു അപ്ലൈ ഫീൽഡ്, വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു ടു ലെവൽസ്. രണ്ട് ലെവലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. വൺ കറസ്പോണ്ട്സ് ടു ഇ മൈനസ് ഹാഫ്, അനദർ വൺ കറസ്പോണ്ട്സ് ടു ഇ പ്ലസ് ഹാഫ്. അപ്പൊ ഈ പ്ലസ് ഹാഫ് വരുന്നതിന്റെ ആൻസർ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഹാഫ് വരുന്ന സ്ഥലത്ത് അപ്പൊ എന്താ വരിക? 1/2 ജി എസ് mu b times b. ഈ മൈനസ് ഹാഫ് വരുന്ന സ്ഥലത്ത് എന്താ പറയുക? മൈനസ് 1/2 ജി എസ് mu b times b. ഇത്തരത്തിൽ ദിസ് ഈസ് അറ്റ് എ പോയിന്റ് വേർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് നോൺ സീറോ. സോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ലെവൽസ്? ഈ രണ്ട് ലെവലുകളും തമ്മിലുള്ള ഡിഫറൻസ് ഇ, അങ്ങനെ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇ ഈസ് ഈക്വൽ ടു ജി എസ് ടൈംസ് മ്യൂ ബി ടൈംസ് ബി. ഇത്രയുമാണ് എനർജി ഡിഫറൻസ്. അപ്പൊ നമ്മൾ പുറത്തു നിന്ന് കൊടുക്കുന്ന മൈക്രോവേവിന്റെ ഫ്രീക്വൻസിയും ഈ ഒരു ഫ്രീക്വൻസി ഡിഫറൻസ്, ഐ മീൻ എനർജി ഡിഫറൻസും മാച്ച് ആകുന്ന സിറ്റുവേഷനിലാണ് റെസൊണൻസ് ഉണ്ടാകുന്നത്. അപ്പൊ പുറത്തുനിന്ന് കൊടുക്കുന്ന ഫ്രീക്വൻസി എത്ര? എച്ച് ന്യൂ. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു ജി എസ് മ്യൂ എസ് ടൈംസ് ബി. So from here nu is equal to what? Gs mu s b by h. So the transition between, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് ആ മൈക്രോവേവ് ഈ കറക്റ്റ് ഫ്രീക്വൻസി വരുമ്പോൾ, ആ ഫ്രീക്വൻസി വരുമ്പോഴാണ് അത് റെസൊണൻസിലാകുന്നത്. അപ്പൊ അതിന്റെ പ്ലോട്ട് നമുക്ക് അതിനനുസരിച്ച് കിട്ടും. ബാക്കി ഫ്രീക്വൻസികളൊന്നും ഇതിന്റെ മാച്ച് ആവില്ല, എനർജി അബ്സോർബ് ചെയ്യില്ല. അപ്പൊ ഈ ഒരു പ്രത്യേക ഫ്രീക്വൻസി വരുമ്പോൾ എത്ര മാഗ്നെറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഡിഫറൻസ് ഉണ്ടാകും. ആ എനർജി ഡിഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രീക്വൻസി വരുമ്പോൾ മാത്രം ഇത് റെസൊണൻസിലാകും. അപ്പൊ അങ്ങനെ നമുക്കൊരു ഔട്ട്പുട്ട് ഡയഗ്രാം അതിൽ വരച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്ത് കിട്ടുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് മെക്കാനിസം ആണിത്. ഓക്കെ, ഒരു മൈക്രോവേവ് ESR സ്പെക്ട്രോമീറ്ററിന്റെ മെയിൻ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന പാർട്ട് എന്ന് പറയുന്നത് ക്ലിസ്ട്രോൺ ആണ്. ഇത് മൈക്രോവേവ് ഉണ്ടാക്കുന്നത്, മൈക്രോവേവ് ജനറേറ്റർ ആണ്. അവിടെ നിന്ന് ഉണ്ടാകുന്ന മൈക്രോവേവ് നമ്മൾ ഒരു എന്താണ് ESR ബ്രിഡ്ജിലേക്കാണ്, ഒരു ബ്രിഡ്ജ് ടൈപ്പ് അറേഞ്ച്മെന്റ്. യു ക്യാൻ സി എ ബ്രിഡ്ജ് ടൈപ്പ് അറേഞ്ച്മെന്റ് വിത്ത് 4 ആംസ്, 4 ആംസ് ഉള്ള ഒരു ബ്രിഡ്ജ് ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിനകത്തൊരു ഡമ്മി ലോഡ് ഉണ്ടാകും, ഒരു ക്രിസ്റ്റൽ ഡിറ്റക്ടർ ഉണ്ടാകും, പിന്നെ സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു ക്യാവിറ്റി ഉണ്ട്. ആ സാമ്പിൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് എ സ്ട്രോങ് മാഗ്നറ്റിനുള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റിന്റെ ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് വേരി ചെയ്യാം. രണ്ട് രീതിയിൽ ഇവിടെ റെസൊണൻസ് കണ്ടീഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഈ മൈക്രോവേവിന്റെ ഫ്രീക്വൻസി ഫിക്സ് ചെയ്ത് നിർത്തിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി മാറ്റി കൊടുക്കുക. മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുന്നതിന് എളുപ്പമാണ്. കറണ്ട് വേരി ചെയ്ത്, ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നതിൽ കറണ്ട് വേരി ചെയ്ത് കൊടുത്താൽ മതി, മാഗ്നറ്റിക് ഫീൽഡ് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റേഡിയേഷൻ, മൈക്രോവേവ് റേഡിയേഷന്റെ ഫ്രീക്വൻസിയോട് മാച്ച് ആകുന്ന ഒരു എനർജി മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എനർജി ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. സ്പിൻ ലെവലുകൾ തമ്മിൽ ഹാഫ് സ്പിൻ, പ്ലസ് ഹാഫ് സ്പിൻ ആൻഡ് മൈനസ് ഹാഫ് സ്പിൻ ലെവലുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകുമെന്നും ആ ഡിഫറൻസ് എന്ന് പറയുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സ്പിൻ ലെവലിന്റെ ഡിഫറൻസ് എനർജി കൂടി വരികയും ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ അപ്ലൈഡ് എനർജി, അപ്ലൈഡ് ഇലക്ട്രോമാഗ്നറ്റിക് മൈക്രോവേവിന്റെ എനർജിയും സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എനർജിയും സെയിം ആവുകയും അതിൽ റെസൊണൻസിലാവുകയുമാണ് ചെയ്യുന്നത്. ഈ സിസ്റ്റം, ഈ ബ്രിഡ്ജ് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ നിർത്തിയിട്ടുണ്ടാവുക എപ്പോഴും. അപ്പൊ ബാലൻസ്ഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഡിറ്റക്ടറിലേക്ക് സിഗ്നൽ എത്തില്ല. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോൾ സാമ്പിൾ എനർജി അബ്സോർബ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ ഇതിന്റെ ബാലൻസിങ് കണ്ടീഷൻ ബ്രേക്ക് ആവും. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഡിറ്റക്ടറിലേക്ക് സിഗ്നൽ എത്തും. അപ്പൊ എപ്പോഴാണ് ക്രിസ്റ്റൽ ഡിറ്റക്ടറിൽ സിഗ്നൽ എത്തുക? സാമ്പിൾ റെസൊണൻസ് കണ്ടീഷൻ ആകുമ്പോൾ ഇതിന്റെ ബാലൻസ്, ആദ്യം തന്നെ ഇത് ബാലൻസ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവുക. ബാലൻസ് സ്റ്റേറ്റിലെ ഡിറ്റക്ടറിൽ സിഗ്നൽ ഒന്നും എത്തില്ല. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് ഒരു പ്രത്യേക സിറ്റുവേഷൻ വരുമ്പോൾ സിസ്റ്റം റെസൊണൻസിലാവുകയും ഈ സാമ്പിൾ എനർജി അബ്സോർബ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ബാലൻസ് കണ്ടീഷൻ എല്ലാം ബ്രേക്ക് ആവുകയും ക്രിസ്റ്റൽ ഡിറ്റക്ടറിലേക്ക് സിഗ്നൽ എത്തുകയുമാണ് ചെയ്യുന്നത്. സോ വെനെവർ റെസൊണൻസ് ഹാപ്പൻസ്, the balance condition of the bridge breaks and signal reaches the crystal detector. അപ്പൊ ആ ഒരു ടൈമിൽ മാത്രം സിഗ്നൽ നമുക്ക് കിട്ടും. അപ്പൊ ഏത് ടൈമിലാണ് റെസൊണൻസ് ആയത് എന്ന് ക്രിസ്റ്റൽ ഡിറ്റക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം തന്നെ ആ ഡിറ്റക്ടർ റിസീവ് ചെയ്യുന്നതിന് ആംപ്ലിഫൈ ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനൊക്കെയുള്ള അറേഞ്ച്മെന്റ് ആണ് ഇൻസ്ട്രുമെന്റേഷന്റെ പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ദിസ് ഈസ് എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ESR സ്പെക്ട്രോമീറ്റർ. ഓക്കെ, ESR സ്പെക്ട്രോമീറ്റർ രണ്ട് തരമുണ്ട്. ഒന്ന് എക്സ് ബാൻഡ് സ്പെക്ട്രോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. സ്പെക്ട്രോമീറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് 0.34 ടെസ്ലയും ഒരു 9 ആ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന സ്പെക്ട്രോമീറ്ററാണ് എക്സ് ബാൻഡ് സ്പെക്ട്രോമീറ്റർ. അതുപോലെ ക്യൂ ബാൻഡ് സ്പെക്ട്രോമീറ്റർ ഉണ്ട്. ഇതിലെ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചുകൂടി കൂടുതൽ അപ്ലൈ ചെയ്യും. അതായത് 1.3 ടെസ്ലയിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് ക്യൂ ബാൻഡ് സ്പെക്ട്രോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, so okay students, so here we discussed about ESR spectrometer അഥവാ EPR spectrometer അഥവാ EMR, അങ്ങനെ മൂന്ന് പേരിൽ EMR spectrometer എന്ന് അറിയപ്പെടാറുണ്ട്. ഇതിനെക്കുറിച്ചും അതിന്റെ ഇൻസ്ട്രുമെന്റേഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. Okay, hope this help you. Okay students, thank you.